ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോഡുലാർ അരിത്മെറ്റിക് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിവിഷൻ റിലേഷൻ പറഞ്ഞു. അപ്പോൾ ഡിവിഷൻ റിലേഷൻ ഇതായിരുന്നു, എ ഈക്വൽ ടു ക്യൂ ഇൻറ്റു എൻ പ്ലസ് ആർ. ഈ എ എന്ന് പറയുന്നതും എൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇൻപുട്ട്സ്. അപ്പോൾ എ എന്ന് പറഞ്ഞ നമ്പറിനെ എൻ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. വി വിൽ ഗെറ്റ് ദ ക്വോഷ്യൻ ക്യൂ ആൻഡ് ദ റിമൈൻഡർ ആർ. അപ്പോൾ രണ്ട് ഇൻപുട്ട്സ് എ ആൻഡ് എൻ, അതുപോലെ രണ്ട് ഔട്ട്പുട്ട്സ് ക്യൂ ആൻഡ് ആർ. വൺ ഈസ് ദ ക്വോഷ്യൻ ആൻഡ് ആർ ഈസ് ദ റിമൈൻഡർ. ഇനി നമ്മൾ മോഡുലാർ അരിത്മെറ്റിക്കിൽ നമ്മൾ ഈ റിമൈൻഡറിനെ പറ്റിയാണ് കൺസേൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡുലോ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബൈനറി ഓപ്പറേറ്റർ ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ MOD. MOD ഉപയോഗിച്ചാണ് നമ്മൾ മോഡ് ഓപ്പറേറ്ററിനെ സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഈ ഇൻപുട്ട് നമ്മൾ എന്ത് വെച്ചാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഇപ്പോൾ എ നമ്മൾ എൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, വിൽ ഗെറ്റ് ദ ക്വോഷ്യൻ ക്യൂ ആൻഡ് റിമൈൻഡർ ആർ. അപ്പോൾ ഈ എന്നിനെയാണ് നമ്മൾ മോഡുലസ് എന്ന് പറയുക. നമ്മളുടെ ഈ റിമൈൻഡർ നമ്മൾ പറയുന്ന പേരാണ് റെസിഡ്യൂ. സോ ദ ഇൻപുട്ട് എൻ ഈസ് കോൾഡ് ദ മോഡുലസ് ആൻഡ് ഔട്ട്പുട്ട് ആർ ഈസ് കോൾഡ് ദ റെസിഡ്യൂ. അപ്പോൾ ഈ റെസിഡ്യൂ ആണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കാണിച്ചേക്കുന്നത് നമ്മൾ ഡിവിഷൻ റിലേഷൻ, സെക്കൻഡ് കാണുന്നത് നമ്മൾ മോഡുലോ ഓപ്പറേറ്ററിൻ്റെ ടാസ്ക്. അപ്പോൾ ഇസെറ്റ് എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, എല്ലാ നമ്പേഴ്സും വരും, നെഗറ്റീവ് നമ്പേഴ്സ് വരും, 0 വരും, പോസിറ്റീവ് നമ്പേഴ്സ് വരും. എല്ലാ എൻഡൽമെൻറ്റ്സിൻ്റെയും സെറ്റാണ് ഫ്രം -∞ ടു +∞. ദാറ്റ് ഇസ് എ സെറ്റ് ഇസെറ്റ്. ഇനി ഈ സെറ്റിൽ നമ്മളൊരു മെമ്പർ എ കൺസിഡർ ചെയ്യുന്നു. ഇനി എ നമ്മൾ എന്ത് ചെയ്യുക, എൻ വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ എൻ ഇസ് എ പോസിറ്റീവ് നമ്പർ. എ എൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, വി വിൽ ഗെറ്റ് ദ ക്വോഷ്യൻ ക്യൂ ആൻഡ് ദ റിമൈൻഡർ ആർ. ഇതിനാണ് നമ്മൾ ഡിവിഷൻ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് ഔട്ട്പുട്ട്സ് ആണ് നമുക്കുള്ളത്. എ എന്ന് പറഞ്ഞ ഇൻപുട്ടായിരുന്നു, എൻ എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. ഇപ്പോൾ രണ്ട് ഔട്ട്പുട്ട്സ്, ഒന്ന് ക്യൂ എന്നുള്ള ഔട്ട്പുട്ട്, പിന്നെ ഒന്ന് ആർ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട്. സോ ദിസ് ഈസ് ക്യൂ ആൻഡ് ദിസ് ഈസ് ആർ. ഈ റിമൈൻഡറിന് ക്രൈറ്റീരിയ അല്ല, കണ്ടീഷൻ നമ്മൾ പറയുന്നത് റിമൈൻഡർ മസ്റ്റ് ബി നോൺ നെഗറ്റീവ്, അതുപോലെ എന്നും പോസിറ്റീവ് ആയിരിക്കണം. എന്ത് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, എൻ മസ്റ്റ് ബി പോസിറ്റീവ് ആൻഡ് ആർ മസ്റ്റ് ബി നോൺ നെഗറ്റീവ്. ഇപ്പോൾ ഇതായിരുന്നു നമ്മൾ ഡിവിഷൻ റിലേഷൻ. അപ്പോൾ ഇതിന് അനലോഗസ് ആയിട്ട് നമ്മൾ മോഡുലോ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണെന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ. ഇൻപുട്ട് സെറ്റ് സെയിം തന്നെ, ഇസെറ്റ് ഫ്രം -∞ ടു +∞. അതിൽ നിന്നൊരു എലമെൻറ്റാണ് എ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി എ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്നു. എ മോഡ് എൻ എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് വാല്യൂ. സോ എ മോഡ് എൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കണം, നമ്മളുടെ റിമൈൻഡർ ആയിരിക്കണം. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ആർ എന്ന് പറഞ്ഞ പോർഷൻ അല്ലെങ്കിൽ റെസിഡ്യൂവിൻ്റെ പോർഷൻ മാത്രമായിരിക്കും നമ്മളുടെ മോഡുലോ ഓപ്പറേറ്റർ കൺസേൺഡ് ആയിട്ടുള്ള വാല്യൂ. സോ ഇറ്റ് റിട്ടേൺസ് ദ റിസൾട്ട് ആർ, ദാറ്റ് ഈസ് നോൺ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ. ഇനി രണ്ട് മൂന്ന് എക്സാമ്പിൾസ്. 27 മോഡ് 5. നമുക്ക് എന്താ ചെയ്യേണ്ടത്, 27നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കണ്ടുപിടിക്കുക. സോ 27 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 5 × 5 ആകുമ്പോൾ 25 ആയി. 27 - 25 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2. നെക്സ്റ്റ് ഈസ് 36 മോഡ് 12. 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ കണ്ടുപിടിക്കുക. സോ 12 × 3 ആണ് 36. സോ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ഈസ് -18 മോഡ് 14. ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിന് നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന മോഡ് കാൽക്കുലേഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവ് നമ്പർ ആണെങ്കിലും നെഗറ്റീവ് നമ്പർ ആണെങ്കിലും നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ റെസിഡ്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. സോ -18 മോഡ് 14 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മൈനസ് ആണ് ഇവിടുത്തെ ഇൻപുട്ട് വാല്യൂ. എ എന്ന് പറയുന്നത് -18 ആണ്. അപ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസ് നമ്മൾ -18 കഴിഞ്ഞ് നെക്സ്റ്റ് 14 മൾട്ടിപ്ലൈ ഏതാണ് വരുന്നതെന്ന് നോക്കേണ്ടത്. അപ്പോൾ മോഡ് 14 എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ 14 മൾട്ടിപ്ലൈ ആയിട്ട് വേണം ലെഫ്റ്റിലേക്ക് കാണാൻ റൈറ്റിലേക്ക് ആണെങ്കിൽ നമ്മൾ മൂവ് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ -18 ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് എക്സ് ആക്സിലേക്ക് 14ൻ്റെ അടുത്ത മൾട്ടിപ്ലൈ നോക്കുക. 14ൻ്റെ അടുത്ത മൾട്ടിപ്ലൈ ഏതായിരിക്കും, ഇവിടെ ഇപ്പോൾ 18 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 18 കഴിഞ്ഞ് അടുത്ത ഏത് മൾട്ടിപ്ലൈ വരാമെന്ന് നോക്കുക. അപ്പോൾ 1 × 14 18 ഉള്ളിൽ തന്നെ പോകും. അതായത് -14 കഴിഞ്ഞിട്ടാണ് നമ്മൾ -18 അപ്പോൾ സെക്കൻഡ് മൾട്ടിപ്പിൾ നോക്കുക. ദാറ്റ് ഈസ് 14 × 2 ആകുമ്പോൾ നമുക്ക് കിട്ടുക 28 ആണ്. സോ -18 കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടി മാർക്ക് കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ -28 നമുക്ക് എക്സ് ആക്സിസിൽ കാണാം. അപ്പോൾ ഈ -18നും -28നും ഇടയ്ക്കുള്ള എത്ര ഡിഫറൻസ് എന്ന് നോക്കുക, അതാണ് നമ്മളുടെ ആൻസർ. സോ -18 നിന്ന് ഒരു 10 യൂണിറ്റ്സും കൂടെ മാറി കഴിയുമ്പോൾ നമ്മൾ -28 സോ ദ ആൻസർ വിൽ ബി ഈക്വൽ ടു 10. അപ്പോൾ മൈനസ് നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആദ്യം നമ്മൾ നെഗറ്റീവ് എക്സ് ആക്സിസ് കൺസിഡർ ചെയ്യുക. പിന്നെ മോഡ് എൻ, ഈ 14 എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ എൻ. അപ്പോൾ 14ൻ്റെ നെക്സ്റ്റ് ഏത് മൾട്ടിപ്പിളാണോ ഈ നമ്പറിനോട് അടുത്ത് വരാൻ പോകുന്നതെന്ന് നോക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഏത് മൾട്ടിപ്പിളാണ് വരുന്നതെന്ന് നോക്കുക. അതിന് മുമ്പ് വന്നിട്ട് കാര്യമില്ല. ഈ -18 കഴിഞ്ഞ് 14ൻ്റെ നെക്സ്റ്റ് ഏത് മൾട്ടിപ്പിൾ വരും നോക്കുക. പിന്നെ അതിലേക്കുള്ള ഡിഫറൻസ് എത്രയായിരിക്കും, അതായിരിക്കും ആൻസർ. സോ ഐഡൻറ്റിഫൈ ദ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 14 ഫ്രം -18. ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ നമുക്ക് -28 ആയിരിക്കും കിട്ടുന്നത്. ഇനി ഡിസ്റ്റൻസ് ഫ്രം -18 ടു -28, അതായത് ആറിൻ്റെ വാല്യൂ 10 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾസ് -7 മോഡ് 10. ഈ -7നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ വാല്യൂ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവാണ് നമ്മളുടെ ഇൻപുട്ട്. അപ്പോൾ മോഡ് 10 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 10ൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കുക, ടു ദ നെഗറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ -7ലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ -7 കഴിഞ്ഞ് 3 കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, -10 കിട്ടും. സോ
ദ ആൻസർ ഓഫ് ആർ ഈക്വൽ ടു 3. അപ്പോൾ നെക്സ്റ്റ് 10ൻ്റെ നെക്സ്റ്റ് വരാൻ പോണ മൾട്ടിപ്പിൾ ഏതാണോ അത് നെഗറ്റീവ് എക്സ് ആക്സിസിൽ ഫൈൻഡ് ചെയ്യാം. സോ -7 കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റുന്ന -10 ആയിരിക്കും. സോ -7ൽ നിന്ന് -10ലേക്കുള്ള ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് 3. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടേം സെറ്റ് ഓഫ് റെസിഡ്യൂസ് ZN. ഇനി നമ്മൾ മോഡുലോ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ മോഡ് n ഉപയോഗിച്ച് നമ്മൾ മോഡുലോ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് എ വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് n-1. അപ്പോൾ മോഡ് n ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ മോഡ് n കഴിയുമ്പോൾ റിസൾട്ട് എപ്പോഴും 0യ്ക്കും n-1നും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കും. സോ ദ റിസൾട്ട് ഓഫ് എ മോഡ് n ഈസ് ഓൾവേസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ലെസ് ദാൻ n. അപ്പോൾ നെഗറ്റീവ് ആവില്ല, 0യ്ക്കും n-1നും ഇടയ്ക്ക്. നമ്മൾ മോഡ് 5 ആണ് ചെയ്യുന്നതെങ്കിൽ 0യ്ക്കും 4നും ഇടയ്ക്കുള്ള ആൻസർ ആയിരിക്കും നമുക്ക് എപ്പോഴും മോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ. സോ ദ മോഡുലോ ഓപ്പറേഷൻ ക്രിയേറ്റ്സ് എ സെറ്റ് which in modular arithmetic is referred to as the set of least residues modulo n. ഈ ZN എന്ന് പറഞ്ഞ സെറ്റിന് നമ്മൾ സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ n എന്നാണ് പറയുക. അപ്പോൾ ZNൻ്റെ ഡെഫിനേഷനാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മോഡ് n ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 0 മുതൽ n-1 വരെയുള്ള വാല്യൂസ് ആയിരിക്കണം നമ്മൾ ആ സെറ്റിൽ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക മോഡ് n ചെയ്ത് കഴിയുമ്പോൾ. സോ ZN എന്ന് പറഞ്ഞ സെറ്റ് ഡിനോട്ട്സ് എ വാല്യൂ ഫ്രം 0 to n-1. ഈ സെറ്റ് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ n. അപ്പോൾ എപ്പോഴും നമ്മൾ മോഡ് n ചെയ്യുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞത് 0യും n-1നും ഇടയ്ക്കായിരിക്കും. അതിന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ZN ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. ഇനി ZN ഒരുപാട് ഇൻസ്റ്റൻസുകൾ പോസിബിളാണ്. എന്നിന് ഓരോ വാല്യൂ വരുന്നതിനനുസരിച്ച് പല സെറ്റുകൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ കാണിച്ചേക്കുന്ന Z2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും n=2. n=2 ആകുമ്പം 0 to n-1 എന്നാണ് പറഞ്ഞത്. സോ 2 - 1 എന്ന് പറയുമ്പോൾ എന്തായി 1 ആയി. അപ്പോൾ 0യും 1ഉം മാത്രമേ ആ സെറ്റിൽ വരുള്ളൂ. നമ്മൾ മോഡ് 2 ഏതെങ്കിലും ഒരു സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എപ്പോഴും എന്തേ കിട്ടുള്ളൂ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഇനി Z6ൻ്റെ കേസിലാണെങ്കിൽ 0 to n-1 എന്ന് പറയുമ്പം 0 to 6-1. അതുകൊണ്ട് 0, 1, 2, 3 എക്സെട്ര ടു 5. ഇനി Z11 ആണെങ്കിൽ 0 to 10 വരെ. അപ്പോൾ n-1 ആയിരിക്കും നമ്മളെ ലാസ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ZN ഡിനോട്ട്സ് ദ സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ n. നമ്മൾ n ഏത് വാല്യൂ വരുന്നോ അതിനനുസരിച്ച് നമുക്ക് പല ഇൻസ്റ്റൻസുകൾ പോസിബിൾ ആയിരിക്കും. അപ്പോൾ ZN എന്ന് പറഞ്ഞ സെറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വാല്യൂസ് ഫ്രം 0 to n-1. ഇനി നമ്മൾ ഇതിനോട് ലിങ്ക് ചെയ്ത് പറയുന്നൊരു ടോപ്പിക്കാണ് കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇക്വാളിറ്റി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് എപ്പോഴും കോൺഗ്രുവൻസ് പറയാം. അപ്പോൾ A = B പറയാം, അതുപോലെ തന്നെ A ഈസ് കോൺഗ്രുവൻ ടു B mod സംതിങ് എന്നും പറയാം. അപ്പോൾ നമ്മൾ Z പഠിച്ചു, ZN പഠിച്ചു. Z എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട് പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്. സോ -∞ to +∞ ആണ് ഈ Z എന്ന് പറഞ്ഞ സെറ്റ്. ഇനി ZN എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് ദാറ്റ് ഈസ് 0, 1, 2, 3 എക്സെട്ര അപ് ടു n-1 വരെയുള്ള വാല്യൂസാണ് ഈ ZN എന്ന് പറയുന്നത്. ഇനി ZNലേക്കുള്ള മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി 1 to 1 എന്ന് പറഞ്ഞാൽ Zലെ പല വാല്യൂസ് നമ്മൾ എടുത്തു കഴിയുമ്പം ZNൽ ഒരു വാല്യൂയിലേക്കായിരിക്കും മാപ്പ് ആവുക. എന്തുകൊണ്ടാണ്, നമ്മൾ ഈ ZNലേക്കുള്ള മാപ്പിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ എന്താണ്, മോഡ് n ആണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു സെറ്റ് ഓഫ് വാല്യൂസിനെ മോഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ സെറ്റിലേക്ക് മാത്രമേ നമുക്ക് അതിനെ മാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ Zലെ പല വാല്യൂസ് എടുത്ത് നമ്മൾ മോഡ് n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ZNൽ ഒരു വാല്യൂ ആയിരിക്കും. സോ Z to ZN എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ മെനി ടു വൺ മാപ്പിംഗ്. സോ ഇൻഫിനിറ്റ് മെമ്പേഴ്സ് ഓഫ് Z ക്യാൻ മാപ്പ് ടു 1 member ഓഫ് ZN. Z എന്ന് പറഞ്ഞാൽ -∞ മുതൽ +∞ വരെയുള്ള എല്ലാ എലമെൻറ്റ്സും അതിലുണ്ടാവും. ZN എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് 0 to n-1 വരെയുള്ള വാല്യൂസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ സെറ്റ് ഓഫ് ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ എന്നാണ് പറയുന്നത്. അപ്പോൾ മോഡുലോ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ് ഈ ZNൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ Zലെ പല വാല്യൂസ് നമ്മൾ എടുത്താലും അതിനെല്ലാം നമ്മൾ ഈ മോഡ് n എടുത്ത് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ZNൽ ചിലപ്പോൾ ഒരു വാല്യൂയിലേക്കായിരിക്കും അത് മാപ്പ് ആവുക. അപ്പോൾ Zൽ ഒരെണ്ണം എടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ZNൽ ഒരു വാല്യൂ കിട്ടണം എന്നില്ല, അങ്ങനെ കിട്ടില്ല. ദാറ്റ് ഈസ് 1 to 1 മാപ്പിംഗ് അല്ല അവർ തമ്മിൽ, മെനി ടു വൺ മാപ്പിംഗ് ആണ് Z to ZN എന്ന് പറയുന്നത്. അപ്പോൾ Zലെ പല വാല്യൂസ് എടുത്തു കഴിഞ്ഞാലും ZNലെ ഒരു സിംഗിൾ വാല്യൂയിലേക്കായിരിക്കും ചിലപ്പോൾ അത് മാപ്പ് ആവുക. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 mod 10 എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ വാല്യൂ 2 ആണ്. ഈ 12 mod 10 എടുത്താലോ 12നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ കിട്ടുന്നു ദാറ്റ് ഈസ് 2. അഗെയിൻ 22 mod 2 ചെയ്താലോ 22 mod 10 ആണ്. അപ്പോൾ 10 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 22നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ വാല്യൂ വിൽ ബി 2. അപ്പോൾ എല്ലാ കേസിലും 3 നമ്മൾ mod 10 ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ mod n ആണ് നമ്മളവിടെ ചെയ്യുന്നത്. അപ്പോൾ 2ന് mod n എടുത്താലും 12ന് mod 10 എടുത്താലും 22ന് mod 10 എടുത്താലും അതെല്ലാം എന്തിലേക്കാണ് മാപ്പ് ആവുക, 2ലേക്കാണ് മാപ്പ് ആവുന്നത്. അപ്പോൾ Z എന്നുള്ളൊരു മെമ്പറാണ് ഈ 2, 12, 22 എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം നമ്മൾ ZNൽ ഒരു ഒറ്റ വാല്യൂയിലേക്കാണ് മാപ്പ് ചെയ്യുന്നത് അല്ലേ. എല്ലാത്തിൻ്റെ ആൻസർ എന്താണ്, 2 ആണ്. സോ ഇൻ മോഡുലാർ അരിത്മെറ്റിക് ഇൻഡിജേഴ്സ് ലൈക്ക് 2, 12, 22 ആർ കോൾഡ് കോൺഗ്രുവൻ മോഡുലോ 10.
മനസ്സിലായല്ലോ. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം എടുത്താലും ഇതെല്ലാം കോൺഗ്രുവൻ്റ് ആണ്. കോൺഗ്രുവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ ബാക്കി ഒരു സാധനം കൂടി പറയണം, മോഡ് എത്ര വാല്യൂ ആണെന്നുള്ളത്. അപ്പോൾ ആ മോഡ് ഉപയോഗിച്ച് നമ്മൾ കോൺഗ്രുവൻസ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 എടുത്താലും 12 എടുത്താലും 22 എടുത്താലും ഇതെല്ലാം നമ്മൾ മോഡ് 10 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരേ ആൻസറാണ് കിട്ടുക. സോ ദാറ്റ് മീൻസ് ദീസ് നമ്പേഴ്സ് ആർ കോൺഗ്രുവൻ്റ് മോഡുലോ 10. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മോഡ് 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ 12, 22, 2 എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ 3 വാല്യൂസ് ഇസഡിലെ മെമ്പേഴ്സ് ആയിരിക്കും. ഇതിനെല്ലാം നമ്മൾ ഇസഡിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ ഇസഡിൽ ഒരൊറ്റ നമ്പറിലേക്ക്, അതായത് 2 എന്ന് പറഞ്ഞ നമ്പറിലേക്കായിരിക്കും അത് മാപ്പ് ആവും. സോ ഇസഡ് ടു ഇസഡ് 1 മാപ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് 1 to 1, ഇറ്റ് ഈസ് മെനി ടു 1. ഈ 2 ഇൻഡിജേഴ്സ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ തമ്മിൽ റിലേഷനിൽ കോൺഗ്രുവൻസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. കോൺഗ്രുവൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണുന്നതാണ്. നമ്മൾ ഈക്വൽ ടു ആകുമ്പോൾ 2 ലൈൻസേ ഉള്ളൂ, കോൺഗ്രുവൻസ് ആകുമ്പോൾ 3 പാരലൽ ലൈൻസ് വരും. ഇനിയിപ്പോൾ കോൺഗ്രുവൻസ് റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ റിലേഷനിലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ ഫ്രേസ്. ദാറ്റ് ഈസ് മോഡ് എന്ന് പറഞ്ഞൊരു ഫ്രേസ് നമ്മൾ ഈ റിലേഷനിൽ കോൺഗ്രുവൻസ് റിലേഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ 2 ഈസ് കോൺഗ്രുവൻ്റ് ടു 12 mod 10. ഇപ്പോൾ 12 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 2 കിട്ടും. അതുപോലെ 3 ഈസ് കോൺഗ്രുവൻ്റ് ടു 8 mod 5. 8 divided 5 റിമൈൻഡർ ഈസ് 3. 13 ഈസ് കോൺഗ്രുവൻ്റ് ടു 23 mod 10. 23 divided by 10 ആൻഡ് റിമൈൻഡർ ഈസ് 30. ഇവിടെ 34 ഈസ് കോൺഗ്രുവൻ്റ് ടു 24 mod 10. അപ്പോൾ 34 A ഈക്വൽ ടു B mod n എന്നാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ A മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n. അതായിരിക്കണം ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സോ A മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 34 മൈനസ് 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. അപ്പോൾ അതുപോലെ -8 ഈസ് കോൺഗ്രുവൻ്റ് ടു 12 mod 10 എന്ന് പറയുമ്പം -8 മൈനസ് 12 A ഈക്വൽ ടു B mod n ആണെങ്കിൽ A ഡിഫറൻസ് B ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n. അതായിരിക്കും നമ്മൾ റിലേഷൻ്റെ പ്രോപ്പർട്ടി. സോ -8 മൈനസ് 12 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? -20 ആയി. -20 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. ഇനിയിപ്പോൾ ഈ കേസിലാണെങ്കിൽ 13 mod 5. 8 ഈസ് കോൺഗ്രുവൻ്റ് ടു 13 mod 5. 13 mod 5 നമുക്ക് നേരെ ചെയ്യാം. 13 divided by 5 റിമൈൻഡർ ഈസ് 8. ഇനി 23 ഈസ് കോൺഗ്രുവൻ്റ് ടു 33 mod 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 23 മൈനസ് 33 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണല്ലോ. അതുപോലെ -8 ഈസ് കോൺഗ്രുവൻ്റ് ടു 2 mod 5. സോ -8 മൈനസ് 2 എന്ന് പറയുമ്പോൾ -10 ആയി. -10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പോൾ ഈ കോൺഗ്രുവൻസ് റിലേഷൻ നമ്മളെല്ലാം ഡയറക്റ്റ്ലി ഇപ്പോൾ ഫസ്റ്റ് ഈ പറഞ്ഞ കേസിൽ ആദ്യത്തെ 3 നാലെണ്ണത്തിൻ്റെ ഈ 4 കേസിൽ നമുക്ക് നേരെ മോഡ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് റിസൾട്ടിലേക്ക് എത്താം. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് റിലേഷനിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് A ഈസ് ഈക്വൽ ടു B mod n ആണെങ്കിൽ A ഡിഫറൻസ് B ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n. അപ്പോൾ ഈ കോൺഗ്രുവൻസ് റിലേഷൻ ഇത് 2 രീതിയിലും ഹോൾഡ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി ഇക്വാളിറ്റി ഓപ്പറേറ്ററിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. A ഈക്വൽ ടു B ആണെങ്കിൽ ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു മെമ്പറിനെ അതിനോട് തന്നെയായിരിക്കും അത് മാപ്പ് ചെയ്യുക. A ഈക്വൽ ടു B. ഇനി കോൺഗ്രുവൻസ് ഓപ്പറേറ്റർ ആണെങ്കിൽ അത് മാപ്പ് ചെയ്യുന്നത് ഇസഡിലുള്ള ഒരു മെമ്പറിനെ ഇസഡ് എന്നിലെ ഒരു മെമ്പറുമായിട്ടായിരിക്കും അത് മാപ്പ് ചെയ്യുക. സോ ഇസഡ് ടു ഇസഡ് എൻ മാപ്പിംഗ് ആണ് നമ്മൾ കോൺഗ്രുവൻസ് ഓപ്പറേഷൻ കൊണ്ട് ചെയ്യുന്നത്. സോ ഇക്വാളിറ്റി ഓപ്പറേറ്റർ ഈസ് 1 to 1. പക്ഷേ കോൺഗ്രുവൻസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മെനി ടു 1 എന്ന് വെച്ചാൽ ഇസഡിലെ പല മെമ്പേഴ്സിനെ ഇസഡ് എന്നിലെ ഒരു മെമ്പറിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് റിലേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ മോഡ് എന്ന് പറഞ്ഞൊരു ഫ്രേസ്. നമ്മൾ ആ റിലേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ അതിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ ഫ്രേസ് മോഡൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ഇസഡ് എന്നിലേക്ക് മാപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇസഡ് എന്നുള്ള സെറ്റിലേക്കാണ് അതിനെ മാപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രേസ് മോഡൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണുന്നുണ്ട്. -8 mod 10 ചെയ്യുന്നു, 2 mod 10 ചെയ്യുന്നു, 12 mod 10 ചെയ്യുന്നു, 22 mod 10 ചെയ്യുന്നു. ഇതിനെല്ലാം എന്താ ആൻസർ കിട്ടും? ഇവിടെ നമുക്ക് 2 കിട്ടും, ഇതിനും 2 കിട്ടും. 12 mod 10 എന്ന് പറയുമ്പോൾ നമുക്ക് 2 കിട്ടും. 22 mod 10 ചെയ്താലും 2 കിട്ടും. എന്താണ്? 12 mod 10 ആകുമ്പോൾ 12 divided by 10 റിമൈൻഡർ ഈസ് 2. ഇനി 22 mod 10 ആകുമ്പോൾ 22നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടും. ഈ 4 കേസിൽ നമുക്ക് റിമൈൻഡർ വാല്യൂ ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇസഡിലെ ഈ 4 നമ്പേഴ്സിനെ 4 ആയിരിക്കില്ല, ഇത് കൂടുതലുണ്ട്. ഇപ്പോൾ 4 ഇവിടെ കാണിച്ചിട്ടുള്ളതെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 4 നമ്പേഴ്സിനെ നമ്മൾ mod 10 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? എല്ലാം 2 ആണ്. സോ ഇസഡിലെ ഇത്രയും വാല്യൂസ് ഇസഡ് എന്നിലെ 2 എന്ന് പറഞ്ഞ ഒരൊറ്റ എലമെൻറ്റിലേക്കാണ് മാപ്പ് ആവുന്നത്. സോ -8 ഈസ് കോൺഗ്രുവൻ്റ് ടു 2 ഈസ് കോൺഗ്രുവൻ്റ് ടു 12 ഈസ് കോൺഗ്രുവൻ്റ് ടു 22 mod 10. അപ്പോൾ എല്ലാം കോൺഗ്രുവൻ്റ് മോഡിലോ 10 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഇതിനെല്ലാം നമ്മൾ mod 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെല്ലാം ഒരൊറ്റ ഇസഡ് എൻ എലമെൻറ്റിലേക്കായിരിക്കും മാപ്പ് ആവുന്നത്. ഇസഡ് എൻ നമുക്കറിയാമല്ലോ, ഇസഡ് 10 എന്ന് പറയുമ്പം 0 to n-1 ആയതുകൊണ്ടാണ് 0 to 9 വരെയുള്ള എലമെൻസിനെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് റെസിഡ്യൂ ക്ലാസ്. അപ്പോൾ റെസിഡ്യൂ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ അൺഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് കോൺഗ്രുവൻ്റ് മോഡുലോ n. ഇപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ വളരെ ക്ലിയർ ആവും.
ഇപ്പോൾ n ഈക്വൽ ടു 5 നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് മോഡ് 5 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മോഡ് 5 ആയതുകൊണ്ട് നമുക്ക് 4 സെറ്റുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. 0, 1, 2, 3, 4 അതാണ് താഴേക്ക് കാണുന്ന 5 സെറ്റുകൾ. അപ്പോൾ 0 മുതൽ 4 വരെ 5 സെറ്റുകൾ. അപ്പോൾ n ഈക്വൽ ടു 5 ആണെങ്കിൽ 0, 1, 2, 3, 4 അതാണ് 5 സെറ്റ്സ്. ഓരോ സെറ്റിനും നമ്മൾ റെസിഡ്യൂ ക്ലാസ് എന്നാണ് പറയുക. ഇനി ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലെ വാല്യൂസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് അവിടെ നിൽക്കട്ടെ. നെഗറ്റീവിന് എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി 5 മോഡ് 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 10 മോഡ് 5 ചെയ്താലും 0 കിട്ടും. 15 മോഡ് 5 ചെയ്താലും 0 കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെൻസിനും മോഡ് 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ 0 എന്ന് പറഞ്ഞ ഒരു റെസിഡ്യൂ ക്ലാസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിലെ ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ ഉപയോഗിച്ചാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ഈ സെറ്റിനെ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആണ്. അപ്പോൾ അതുതന്നെ 0 ഉപയോഗിച്ച് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ നെക്സ്റ്റ് സെറ്റ് 1 ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ സെറ്റിലെ ഓരോ എലമെൻറ്റ്സ് എടുത്താലും അത് നമ്മൾ മോഡ് 5 ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. സോ 1 മോഡ് 5 1 ആണ്. 6 മോഡ് 5 ആണെങ്കിലും 1 ആണ്. 11 മോഡ് 5 എടുത്താലും നമുക്ക് 1 കിട്ടും. 16 മോഡ് 5 ആണെങ്കിൽ നമുക്ക് 1 കിട്ടും. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റെസിഡ്യൂ ക്ലാസ്. റെസിഡ്യൂ ക്ലാസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ സെറ്റിലെ ഏറ്റവും ചെറിയ പോസിറ്റീവ് നമ്പർ ഉപയോഗിച്ചായിരിക്കും. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഇത്രയേ ഉള്ളതിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ഈ സെറ്റിലെ ഏതൊരു വാല്യൂ എടുത്ത് മോഡ് 5 ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. അതുകൊണ്ട് ഈ എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് ഈ 1 എന്ന് പറഞ്ഞ റെസിഡ്യൂ ക്ലാസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ 2 കേസിലാണെങ്കിൽ ഈ സെറ്റിലെ ഏതൊരു എലമെൻ്റ് എടുത്ത് മോഡ് 5 ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ 2 ആയിരിക്കും. ഇവിടെ 2 മോഡ് 5, അതുപോലെ 7 മോഡ് 5 ആണെങ്കിലും 2 കിട്ടും. 12 മോഡ് 5 ആണെങ്കിലും 2 കിട്ടും. 17 മോഡ് 5 ആണെങ്കിലും 2 കിട്ടും. അപ്പോൾ ഇതിലെല്ലാ എലമെൻറ്റ്സിനെയും മോഡ് 5 ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി മാപ്പ് ടു വാല്യൂ 2. അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുകൊണ്ട് 2 ഉപയോഗിച്ച് ആ സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് റെസിഡ്യൂ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിഡ്യൂ ക്ലാസ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ സെറ്റിലുള്ള ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ ഉപയോഗിച്ചായിരിക്കും ആ റെസിഡ്യൂ ക്ലാസ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി ആ സെറ്റിലെ എല്ലാ മെമ്പേഴ്സും കോൺഗ്രുവൻ മോഡിലോ n ആയിരിക്കും. ഇനി ഈ സെറ്റിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി സെറ്റ് ദർ ഈസ് 1 എലമെൻറ്റ് കോൾഡ് ദ ലീസ്റ്റ് നോൺ നെഗറ്റീവ് റെസിഡ്യൂ. അപ്പോൾ ഇതിലെ ലീസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആണ്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ 1, ഇവിടെ ആണെങ്കിൽ 2, ഇവിടെ ആണെങ്കിൽ 3, ഇവിടെ ആണെങ്കിൽ 4. അപ്പോൾ ആ എലമെൻറ്റ്സ് ഉപയോഗിച്ചായിരിക്കും നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ആ ലീസ്റ്റ് നോൺ നെഗറ്റീവ് റെസിഡ്യൂ, അപ്പോൾ അത് ഉപയോഗിച്ചായിരിക്കും ആ സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇൻറ്റീജേഴ്സ് ഇൻ സെറ്റ് 0 ആർ ഓൾ റെഡ്യൂസ് ടു 0 വെൻ വി അപ്ലൈ മോഡുലോ 5 ഓപ്പറേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഈ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും എടുക്കുന്നു, മോഡ് 5 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? എല്ലാം 0 ആയിരിക്കും. സോ സെറ്റ് ഓഫ് ഈ ലീസ്റ്റ് റെസിഡ്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും സെറ്റ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0, 1, 2, 3, 4 ഈ 5 വാല്യൂസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ Z n എന്ന് പറയുന്നത്. സോ ദി Z5 ഇവിടെ പെൻ 5 ആണല്ലോ, മോഡ് 5 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ Z5 ഇൻക്ലൂഡ്സ് ദ വാല്യൂസ് ഫ്രം 0, 1, 2, 3 എക്സെട്ര അപ് ടു 4 അല്ലെങ്കിൽ 0 മുതൽ n-1 വരെ. സോ Zn ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ലീസ്റ്റ് റെസിഡ്യൂസ് മോഡുലോ n. Zn നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ റെസിഡ്യൂ ക്ലാസ് ഉപയോഗിച്ചുകൂടി നമ്മൾ സെയിം ഫാക്ട് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ Zn ഇൻക്ലൂഡ്സ് ദ വാല്യൂസ് ഫ്രം 0 to n-1. ഇനി നമ്മൾ Zn ഓപ്പറേഷൻസ് കൺസിഡർ ചെയ്യുകയാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് പെർഫോം ആഡ് 17 to 27 ഇൻ Z14. അപ്പോൾ അഡീഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ 17 + 27 ചെയ്യുക. 17 + 27 ചെയ്യുമ്പോൾ നമുക്ക് 44 കിട്ടും. ഇൻ Z14 എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ആ കിട്ടുന്ന റിസൾട്ടിനെ മോഡ് 14 ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. സോ 44 മോഡ് 14 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ ഈസ് ഈക്വൽ ടു 2 കിട്ടും. നെക്സ്റ്റ് ഈസ് സബ്ട്രാക്ട് 34 ഫ്രം 12 ഇൻ Z13. സോ 12ൽ നിന്ന് 34 സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പിൻ്റെ അത് നമ്പർ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. 43 ആണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. സോ 12 - 43 മോഡ് 13. അപ്പോൾ ആദ്യം നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുക. 34 ആണെങ്കിലും 43 ആണെങ്കിലും 12ൽ നിന്ന് ആ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ Z13 എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കിട്ടുന്ന റിസൾട്ടിന് നമ്മൾ മോഡ് 13 എടുക്കണം. അപ്പോൾ 12 - 43 ചെയ്തപ്പോൾ -31 കിട്ടി. അതിനെ മോഡ് 13 ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്തു. വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് 8. നെക്സ്റ്റ് 123 by -10 മൾട്ടിപ്ലൈ ചെയ്യാം. സോ 123 in -10 ഇൻ Z19 ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ടിനെ നമ്മൾ മോഡ് 19 ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ പ്രോഡക്റ്റ് 123 × -10 എന്ന് പറയുമ്പോൾ -1230 എന്ന് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം? മോഡ് 19 ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ 19ൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ 65 മറ്റാന്ന് തോന്നുന്നു. 19 × 65 ആകുമ്പോഴത്തേക്കും 1235 എന്നാണ് കിട്ടുക. അപ്പോൾ 1235ഉം 1230 തമ്മിൽ ഡിഫറൻസ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമ്മൾ
നമ്മൾ ഇസഡനിൽ ചെയ്യുന്ന അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സബ്ട്രാക്ഷൻ 3 ഓപ്പറേഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. ഫസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുക, പിന്നെ ആ റിസൾട്ടിനെ മോഡ് നമ്മൾ ഏത് സെറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപയോഗിച്ച് മോഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക. ഇനി നമ്മൾ പറയുന്നത് ഇസഡിൻ്റെ പ്രോപ്പർട്ടീസാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, മോഡുലാർ അരിത്മെറ്റിക്കിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ 3 ബൈനറി ഓപ്പറേഷൻസ് നമ്മൾ അഡീഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു. അപ്പോൾ ഇതിലൊക്കെ ഇൻപുട്ട്സ് ഒന്നുകിൽ ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നാണെങ്കിലും വരാം. ഇനി ഈ പ്രോപ്പർട്ടീസ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇനിയിപ്പോൾ ആ ഇൻപുട്ട്സ് ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഇസഡ് എന്നിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി A+B മോഡൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തല്ലോ, A+B മോഡൽ. അത് A+B മോഡൽ നേരെ ചെയ്യുന്നതിന് പകരം നമുക്ക് A മോഡൽ ചെയ്യുക പ്ലസ് B മോഡൽ ചെയ്യുക, കംപ്ലീറ്റ്ലി റെഡ്യൂസ് ബൈ മോഡൽ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷനും പറയാം, മൾട്ടിപ്ലിക്കേഷനും പറയാം. സോ A-B മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം A മോഡൽ ചെയ്യുക, മൈനസ് B മോഡൽ ചെയ്യുക, ദെൻ അഗെയിൻ റെഡ്യൂസ് ബൈ മോഡൽ. മൾട്ടിപ്ലിക്കേഷനും സെയിം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വരുന്നത് വലിയ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ A+B ചെയ്തിട്ട് മോഡൽ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടേഷൻ കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ ഈ കേസിൽ വലിയ നമ്പർ ആണെങ്കിൽ ആദ്യം നമ്മൾ A മോഡൽ ചെയ്യുമ്പോൾ തന്നെ ആ വാല്യൂ റെഡ്യൂസ്ഡ് ആവും. അതുപോലെ തന്നെ B മോഡൽ ചെയ്യുമ്പോഴും വാല്യൂ റെഡ്യൂസ്ഡ് ആവും. വെച്ചാൽ റെഡ്യൂസ്ഡ് വാല്യൂ ഉപയോഗിച്ചാണ് ബാക്കി കമ്പ്യൂട്ടേഷനെങ്കിൽ അത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആവും. നമ്മൾ ഒറിജിനൽ ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാണ്ടുള്ള പ്രോസസ്സും പ്രോപ്പർട്ടി ഉപയോഗിച്ചില്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മളുടെ ഇൻപുട്ട് സെറ്റ് എന്താണ്? ഒന്നുകിൽ ഇസഡിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇസഡിൻ്റെ ഇൻപുട്ട് ആവാം നമ്മൾ ഈ 3 ബൈനറി ഓപ്പറേഷനിൽ യൂസ് ചെയ്യുന്നത്, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ 2 ഇൻപുട്ട്സ് എയും ബിയും നമ്മളെടുത്തു, അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ സബ്ട്രാക്ഷനോ ഏതാണെന്ന് വെച്ചാൽ ചെയ്തു. ആ കിട്ടുന്ന റിസൾട്ടിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു? മോഡ് n അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് സി വിൽ ബി എ വാല്യൂ ഫ്രം ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിലേക്ക് നമ്മൾ മാപ്പ് ചെയ്തു. ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എയും ബിയും എന്താണോ നേരെ അതിൽ തന്നെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇസഡിൽ ഫസ്റ്റ് ഇൻപുട്ട് സെറ്റ് സെയിം തന്നെ, ഇസഡ് ഓർ ഇസഡ്. അതിൽ 2 ഇൻപുട്ട്സ് എയും ബിയും എടുത്തു. അതിന് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? മോഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യണം. സോ എ മോഡൻ ചെയ്തു, അവിടെ നമുക്ക് റിസൾട്ട് കിട്ടി. അതുപോലെ ബീനെ മോഡൻ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ബി മോഡൻ നമുക്ക് കിട്ടി. അതിലാണ് നമ്മളുടെ ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ മോഡനും ബി മോഡനും എടുത്ത് ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ എന്താണെന്ന് വെച്ച് ചെയ്യാം. ഞാൻ കിട്ടുന്ന റിസൾട്ടിൽ വീണ്ടും ഒന്നുകൂടി ഫൈനൽ റിസൾട്ടിൽ മോഡ് n അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് സി. അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ പറഞ്ഞത്. ആദ്യം എ മോഡൻ കണ്ടുപിടിച്ചു, പിന്നെ ബി മോഡൻ കണ്ടുപിടിച്ചു. അതാണ് ഇവിടെ ചെയ്തത്. ഇത് എ മോഡൻ കിട്ടി, ഇവിടെ ബി മോഡൻ കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യുക? അത് തമ്മിൽ ആഡ് ചെയ്യുക. ഇവിടെ അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ സബ്ട്രാക്ഷനോ ചെയ്തു. പിന്നെ നെക്സ്റ്റ് അഗെയിൻ ആ കിട്ടുന്ന റിസൾട്ടിന് മോഡൻ ഒന്നുകൂടി അപ്ലൈ ചെയ്യുക. സോ അതാണ് ഈ പ്രോസസ്സിൽ കാണുന്നത്. ദെൻ കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? വാല്യൂ സി വിൽ ബി സം എലമെൻറ്റ് ഫ്രം ദ സെറ്റ് ഇസഡ് n. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നതാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാതുള്ള ഒറിജിനൽ പ്രോസസ്സാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത്. So that's all of modular operator. Thank you.